ഉണ്ണീട്ടാ, എനിക്കൊരു ആൽജിബ്ര നോട്ട്. ആൽജിബ്ര നോട്ട് ഒരാനയും കൂടെ വേണ്ട എനിക്ക്. കുഴമ്പിന് തന്നെ കാശുകയില്ല. ഈ പുതിയ മന്ത്രിസഭയല്ലേ അത് ഈ മദ്യനിരോധനം കൊണ്ടുവരൂ. തെങ്ങുള്ളിടത്തോളം അവസരപ്പ് കുടിക്കും. എടാ ചെറുക്ക, ഒരു വറുത്ത മീനും കൊണ്ട് എടുത്തേ. ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല. എന്തു പറഞ്ഞടി? എടി എന്തു പറഞ്ഞെന്ന്? ചെണ്ടക്കോല് പിടിച്ച കൈയുണ്ട് കൊടുവാള് പിടിക്കാനും അറിയാം. കൊന്നുകളെ ഞാൻ. പോടെ. എന്താ കഥകളിയോ? ഞങ്ങക്ക് തെറ്റിന്നാ തോന്നുന്നത്. സംശയിക്കേണ്ട, കഥകളിയാണെങ്കിൽ തെറ്റിരിക്കുന്നു, മുദ്ര ഇതല്ല. ഞങ്ങൾക്ക് വീട് തെറ്റിയെന്നാ തോന്നുന്നത്. വീട് തെറ്റിയില്ല, ഇത് വീട് തന്നെയാ. അവിടെ നിന്ന് ആരാണാവോ? ആരാവണം? ഒരു മനുഷ്യൻ പലതും ആവും. വാ നമുക്ക് പോവാം. വീട് തെറ്റിന്നാ തോന്നുന്നത്. ആ വഴി നിന്നോ നമ്മളെ പറഞ്ഞ് പറ്റിച്ചതാ. അതെ, ഞങ്ങളിവിടെ ഇറങ്ങുകയാണ്. എന്തത് സത്രം? നിങ്ങൾ ആരാ? നിങ്ങൾ എവിടുന്ന് വരുന്നു? എന്തിനു വന്നു? ഇവിടെ സ്കൂളിൽ ജോലിയുള്ള ഒരു ജയചന്ദ്രന്റെ സാറിന് അറിയാമാവോ? ജയനെ അറിയാതെ? ഞങ്ങൾ ഫ്രണ്ട്സ്. ചോദിക്കട്ടെ, എന്താ വേണ്ടത്? കണ്ടിട്ട് ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. സ്കൂൾ പോയിരിക്കുക, ഉടനെ വരും. അപ്പോഴിവിടെ തന്നെയാ താമസിക്കുന്നത്. പിന്നെ സാറ് ജയചന്ദ്രന്റെ കൂട്ടുകാരനായിരിക്കും. അതെ അതെ, ഓഫ് കോഴ്സ്. സാറിന് എന്താ ജോലിയാവോ? യു മീൻ വർക്ക്? വർക്ക് എന്ന് നിങ്ങൾ മീൻ ചെയ്യുന്നത് ജോലിയായിരിക്കും. ഐ ആം സോറി, ഞാനൊരു നോവലിസ്റ്റാണ്. ഞാനും ചെയ്യനും ഒന്നിച്ച് താമസിക്കുന്നു, ഒരു പാത്രത്തിൽ ഉണ്ണുന്നു. അപ്പൊ ഇവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് ആരാ? ഞാൻ തന്നെ. സാഹിത്യം എൻ്റെ ഒരു കുലത്തൊഴിൽ, പിന്നെ ഭക്ഷണം പാകം ചെയ്യൽ എൻ്റെ ഒരു ഹോബി. അവിടുന്ന് ഇവിടുത്തെ വേലക്കാരനാണാവോ? ഈ വേലക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ വേല ചെയ്യുന്നവൻ, തൊഴിലാളി എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യുന്നവൻ. അപ്പൊ ഓരോ മനുഷ്യനും ഈ ഓരോ അടിസ്ഥാനപരമായി, അല്ല ഒന്നുകൂടെ ഞാൻ പറയാണ്, ഇപ്പോ അന്യ രാജ്യങ്ങളിൽ അവിടെ നോക്കുകയാണെങ്കിൽ മുതലാളി തൊഴിലാളി. എന്നോട് തന്തയോട് അല്ല ഇരിക്കലായിരിക്കല്ലേ? ഇത് ആദ്യം പറഞ്ഞ ഞാൻ കസേര കൊണ്ട് തരുമായിരുന്നല്ലോ. എടാ, ഒരു വീട്ടുവേലക്കാരന്റെ ധിക്കാരം കണ്ടില്ലേ? ഗോപാലൻകുട്ടി. അയ്യോ, ആഹാ, അച്ഛനും അമ്മയൊക്കെ എപ്പോ വന്നു? എടാ, ഇവർ കാപ്പി കൊടുത്തോ? കാപ്പിയോടൊക്കെ ഇവരൊന്ന് ഇരുന്ന് കിട്ടണ്ടേ? ആ പിന്നെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ ശവത്തിനെ? അയ്യോ, അക്കാര്യം പറയാതിരിക്കാ ഭേദം. പറഞ്ഞാ കരഞ്ഞു പോകും. ഞാൻ ഇപ്പൊ കാപ്പിയുണ്ട്. ഒന്നാം രംഗത്ത് അവൾ കയറി. എന്താ ഗോപാലൻകുട്ടി ഇങ്ങനെ ആലോചിച്ച് നീ ശരീരം കളയല്ലോ? ഞാൻ എന്ത് ചെയ്യാനാണ്? ദൈവം ബുദ്ധിയും ഭാവനയും എനിക്ക് കുറെ കൂടുതൽ തന്നു. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം എന്റെ പിതാവാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. വരുന്നേ. ലൈറ്റ് എഴുത്തല്ലേ? അല്ല, ഞാനന്ന് തന്ന ആ നോവൽ വായിച്ചോ? ഏത് നോവൽ? ഇരുട്ടറയിലെ ഇരട്ടക്കൊലപാതകം. അത് നോവലാണോ? അല്ല, നോവലാണ്, പക്ഷെ അത് കവിതയായിട്ടും വായിക്കാം. അതാണ് എന്റെ എഴുത്തിന്റെ പ്രധാന ഒരു ശൈലി. ഇപ്പൊ ഞാൻ വേറെ കവിത എഴുതിയിട്ടുണ്ട്, വേണം ചൊല്ലി കേൾപ്പിക്കാം. മനസ്സ വാച കർമ്മ മധുരവികാരം മദന വിചാരം മന്മഥകേളി നടന വികാരം ടിങ് ടിക്ക് ടിങ് ടിങ് ടിക്ക് ടിക്ക് ടിങ് ടിങ്. ഓ മതി മതി, മ്യൂസിക് ഒന്നും വേണ്ട ഇവിടെ. ഇത് സിനിമാ പാട്ടല്ലേ? സിനിമാ പാട്ടോ? അപ്പൊ ഇത് മോഷ്ടിച്ചാണല്ലോ. ആരും നിങ്ങളോ? ഞാനല്ല, അവര്. ശരി, കേസ് കൊടുത്തേ. അതുപോട്ടെ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എനിക്ക് അപ്പുകുട്ടിനെ ഒന്ന് കാണണം, കുറെ സാധനങ്ങൾ വാങ്ങിപ്പിക്കണം. എന്താ വിശേഷം? സാറിന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. കല്യാണക്കാര്യം സംസാരിക്കാനാണെന്ന് തോന്നുന്നു. ഉയ്യോ, ഞാൻ വന്ന കാര്യം മറന്നുപോയി. അപ്പൂട്ടെ, നീ ഈ ലിസ്റ്റിൽ എഴുതിയ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വാ.
എന്നാ സഞ്ചി, എന്നാ 10 രൂപ. ഇത് മതിയാവോ? സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. സാധനങ്ങൾക്ക് തീ പിടിച്ചോട്ടെ, നീ ഇതൊന്ന് വാങ്ങിച്ചിട്ട് വാ. ആ ചെല്ലു, പോ 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 പോ. സാധനങ്ങൾക്ക് തീ പിടിക്കുന്നു. തീ പിടിച്ച സാധനങ്ങൾ. ചരിത്ര സംഗീത നാടകം. നീ ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല. ഞാൻ അതിന് അനാവശ്യ ചെലവൊന്നും ചെയ്യുന്നില്ല അച്ഛാ. പിന്നെ നിങ്ങളെ പോലെ തിരുമ്മി തിരുമ്മി ജീവിക്കണമെന്നാണോ പറയുന്നത്? ഞാൻ തിരുമ്മിയതുകൊണ്ടാ നീയും മോനും ചവര് പിടിക്കാതെ നടക്കുന്നത്. പിന്നെ എന്നെ അങ്ങ് പെരുവഴിന്ന് പിടിച്ചോണ്ട് വന്നതല്ലയോ? നല്ല ഒന്നാന്തരം തറവാട്ടി പിറന്നവളാ ഞാന്. നിങ്ങൾ വന്ന കാര്യം എന്താന്ന് വെച്ചാ അവനോട് പറ. ഏതാടാ ഈ നന്ദിനി? അടുത്ത വീട്ടിലെ മാരാരുടെ മോളാ. ആ എന്താ? ഒന്നുമില്ല. ഗോപാലൻകുട്ടി, ഊണ് റെഡിയായോ? ചോറ് റെഡി. കറിക്ക് ഇപ്പൊ എന്താ ഇപ്പൊ ചെയ്യാ? പച്ചവെള്ളം മുക്കി കൊടുത്താലോ? കറിക്ക് പകരം ഇപ്പൊ കവിത ചൊല്ലിക്കൊടുക്കാൻ പറ്റും. എടാ ഗോപാലൻകുട്ടി, എന്നാ ഊണ് റെഡിയായോ? ചോറ് റെഡി, കറി. അടുത്ത ഞായറാഴ്ച നീ ഒന്ന് വീട് വരെ വരണം. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ എന്നും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിഞ്ഞാ മതിയോ മോനെ? നമസ്കാരം. വന്നു എന്നറിഞ്ഞു, ഒന്ന് കാണാൻ വന്നതാ. എന്റെ അയലോക്കത്ത് താമസിക്കുന്ന മാരാര മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് 10 വളയൊക്കെ വാങ്ങിയിട്ടുള്ള ആളാ. ഓ, അതൊക്കെ കഴിഞ്ഞ കാലം. ഗോപാലൻകുട്ടി, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഗോപാലൻകുട്ടി. ഒന്നെന്തോ? ആ എന്നാ വിളമ്പി വയ്ക്ക. ആ ഞാനെവിടെ ഇല്ല, പോയി. നടന്നു കളിപ്പൂ നീ പിശകമുണ്ടോ? ഇത് പച്ചക്കറിയോടെ. എന്ത് പച്ചക്കറി? ഏത് പച്ചക്കറി? എടോ, ഞാൻ പച്ചക്കറി നിന്റെ അടുത്ത് കാശ് തന്നയച്ചില്ലേ? എന്ത് കാശ്? നിങ്ങൾ ആരാ? ഞാൻ ആരാ? അല്ല, ഞാൻ അറിയാനിട്ട് നിങ്ങൾ ആരാ? അവിടെ കിടന്ന് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ആരാണ്? എന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ച് കള്ളു കുടിച്ച് ഞാനാരാ? നിന്റെ തന്ത. നിങ്ങൾ അവിടെ നിൽക്കണം. അപ്പോ അമ്പലത്തിലെ കഴകം കൂടാതെ വേറെ ജോലി എന്തെങ്കിലും? ഒന്നുമില്ല. ഓ, എന്തായടാ മോനെ നിന്റെ ഗോപാലന്റെ വിഭവങ്ങള്? ആ, അപ്പോഴേ ഞാൻ ഇറങ്ങട്ടെ. ആട്ടെ. പോണ വഴിക്ക് വീട്ടിൽ കയറിയിട്ടേ പോകാവൂ, മറക്കരുത്. ഓ, ചോറ് റെഡി. കറിക്ക് ഇപ്പൊ എന്താ ചെയ്യാ? ബാ, നമുക്ക് വല്ല ഹോട്ടലിലും ബാ. എന്തു പറ്റി? ഒന്നും പറ്റിയില്ല, ചോറ് മാത്രമേ തയ്യാറുള്ളൂ. എനിക്കത് വന്നപ്പോഴേ തോന്നിയതാ. എടാ, വാലിക്കാരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണം. അവൻ നിന്റെ വാലിക്കാരനോ നീ അവന്റെ വാലിക്കാരനോ? വാ, നമുക്ക് ഈ അടുത്ത കടയിൽ വല്ലതും കിട്ടുമോ നോക്കാം. വാ. ശരിയാ, വിശക്കുന്നു. ലക്ഷണം കേട്ട് തന്തന്റെ കാല് ഇവിടെ എടുത്ത് കുത്തിയപ്പിടിക്ക് മനസ്സിലായി. എന്തെങ്കിലും ഒരു അത്യാവശ്യം ഇവിടെ നടക്കാൻ പോകുന്നത്.